ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് ഫലാഫൽ എന്ന് പറയുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് എടുക്കണം. 1 കപ്പ് മല്ലിയില എടുക്കണം. ബാർസ്ലി ഇല ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് എടുക്കാം. നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ഒരു 5 കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എടുത്തോളണം. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി. ഇത്രയാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നമ്മൾ വടയ്ക്ക് ആട്ടിയെടുക്കൂലേ, അതുപോലെ വടയ്ക്ക് ആട്ടിയെടുക്കും പോലെ നമ്മൾ ആട്ടിയെടുക്കണം. ഞാൻ എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വടയ്ക്ക് അരയ്ക്കുമല്ലോ, അതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഫ്രിഡ്ജിൽ വച്ചിരുന്ന് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഫലാഫൽ ഉണ്ടാക്കാം. ഫലാഫലിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് യോഗട്ട് ക്യാരറ്റ് ഡിപ്പ് കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടത് 1 കപ്പ് തൈര് എടുക്കാം. നമുക്ക് 1 കപ്പ് ക്യാരറ്റ്, 2 സ്പൂൺ നാരങ്ങ നീര് കൂടെ നമുക്ക് എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ്. എരിവ് വേണമെങ്കിൽ 1 പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കണില്ല. നമുക്ക് ഈ ക്യാരറ്റും യോഗട്ടും കൂടെ നമുക്ക് ഒരുമിച്ച് തൈരുടെ കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഇതിനങ്ങ് മിക്സ് ചെയ്യാം. തൈരിൽ ശകലം ക്യാരറ്റ് ഇടാം. ഈ നാരങ്ങ നീരൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ യോഗട്ട് ക്യാരറ്റ് ഡിപ്പ് റെഡിയായി ഫലാഫലിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണേ. നമുക്കിനി ഫലാഫൽ ഉണ്ടാക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് ഇനി നമുക്കിതിനെ ഉരുളകളായിട്ട് മാറ്റി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇതുപോലെ ഉരുളകളാക്കണേ. മാവ് അഥവാ ലൂസായി പോയാൽ പേടിക്കേണ്ട. ശകലം അരിമാവ് ചേർത്താൽ മതി കേട്ടോ. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ പൊടിയില്ലേ, അത് ചേർത്താലും മതി. ഇനി നമുക്കിതിനെ എണ്ണയിൽ പൊരിച്ചെടുക്കാം. അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. കൈ കൊണ്ടാണ് എടുത്തിടുന്നത് കണ്ടോ. വെള്ളം കൂടിയാലും പേടിക്കേണ്ട. അരിപ്പൊടി ചേർത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. ഇത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് വെന്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതേപോലെ വേവിച്ചെടുക്കണം. പൊട്ടയൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വന്ന് ഇനി നമുക്ക് എടുത്തു മാറ്റാം. മുരിഞ്ഞു വന്ന് കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റാം. നമ്മുടെ ഫലാഫൽ റെഡിയായി. ഇത് വെരി ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ യോഗട്ട് ക്യാരറ്റ് ഡിപ്പും കൂടെ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.